ഒരു ഇടവേളയ്ക്ക് ശേഷം SNDP NSS സഹകരണത്തിന് കളമൊരുങ്ങി. ഇരു സംഘടനകളുടെയും ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSSന്റെ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരും ഇന്ന് വ്യക്തമാക്കിയത്. ഐക്യത്തിന് രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്നും ഇരു നേതാക്കളും പറയുന്നു. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെയും G സുകുമാരൻ നായരുടെയും പത്രസമ്മേളനങ്ങൾ. ഇരു സംഘടനകളുടെയും സഹകരണത്തിന് SNDP മുൻകൈയെടുക്കുമെന്ന് കണിച്ചുകുളങ്ങരയിൽ വെള്ളാപ്പള്ളി പറഞ്ഞു മിനിറ്റുകൾക്കുള്ളിൽ ഐക്യത്തെ സ്വാഗതം ചെയ്ത് സുകുമാരൻ നായർ പെരുന്നയിൽ മാധ്യമങ്ങളെ കണ്ടു. SNDPയും NSSും ഭിന്നിച്ചു നിൽക്കുന്നത് കാലഘട്ടത്തിന് അനുയോജ്യമല്ല. ഐക്യം ചർച്ച ചെയ്യാൻ ശാഖാ സെക്രട്ടറിമാരെയും ഭാരവാഹികളെയും പങ്കെടുപ്പിച്ച് ഈ മാസം 21-ന് ആലപ്പുഴയിൽ യോഗം ചേരുമെന്നും വെള്ളാപ്പള്ളി. 21-ാം തീയതി കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ ഉരുത്തിരിഞ്ഞിരുന്ന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ബന്ധപ്പെട്ടവരുമായിട്ട് എല്ലാവരുമായിട്ടും ആലോചിച്ചിട്ട് എങ്ങനെ കൂടിക്കാഴ്ച നടത്തണം. ഇപ്പം ഏതായാലും സുകുമാരൻ അദ്ദേഹം ഏതായാലും കൂടിക്കാഴ്ച നടത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വിരോധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ അവർ ഓപ്പണായിട്ട് കഥ തുറന്നിട്ട് കഴിഞ്ഞു. ഐക്യത്തിന് തയ്യാറാണെന്ന വെള്ളാപ്പള്ളിയുടെ നിലപാടിനെ ശരിവയ്ക്കുന്നുവെന്നും അടിസ്ഥാന മൂല്യം നിലനിർത്തി എല്ലാവരുമായും യോജിക്കുന്നതിൽ തെറ്റില്ലെന്നും G സുകുമാരൻ നായർ. അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് എല്ലാവരുമായി യോജിച്ച് നിന്നുകൊണ്ട് ഹൈന്ദവ സംഘടനയിലെ പ്രബല സമുദായങ്ങളായ SNDPയും NSSും ഒരുമിക്കുന്നതിൽ എന്താ തെറ്റ്? ഈ ഐക്യം അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായി എനിക്ക് വേണമെന്നുള്ളതാണ് അഭിപ്രായം. അതേസമയം NSS SNDP ഐക്യം തകർത്തത് മുസ്ലിം ലീഗാണെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന സുകുമാരൻ നായർ തള്ളി. മുൻപ് അകന്നു നിന്നത് സംവരണം പ്രശ്നമുള്ളതിനാലെന്നും സുകുമാരൻ നായർ. ലീഗ് നേതൃത്വം ആണ് NSSനെ SNDPയെ തമ്മിൽ തെറ്റിക്കുന്നത്, യോജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അകറ്റി നിർത്തിക്കൊണ്ട് ഈ പണികളെല്ലാം ചെയ്തു. മുസ്ലിം ലീഗാണ് ഈ NSS SNDP ഐക്യത്തിന് തടസ്സം നിന്നതെന്നാണ്. അല്ലല്ല, അത് ഒന്നുമല്ല, അവരൊന്നുമല്ല. അത് കാരണം എന്താ വെച്ചാൽ ഈ സംഭരണത്തിന് വേണ്ടി വാദിക്കുന്ന കൂട്ടർ അവരാണ് എന്നുള്ളത് വെച്ചുകൊണ്ട് പറയുന്നതാണ്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.